ഞാനാണ് കൊന്നത് എന്റെ മകളെ. നിങ്ങളുടെ കേസുകളിൽ അവസാനം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കുറ്റസമ്മതം. കുറ്റസമ്മതം ജഡ്ജ് സാർ, കുറ്റസമ്മതം. അതാണെങ്കിൽ ഈ കേസിൽ ആദ്യം തന്നെ നടന്നു കഴിഞ്ഞു. കുറ്റവാളിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നതിന് മുമ്പ് ചന്ദ്രപ്രകാശിനെ കൊണ്ട് അയാളുടെ നിരപരാധിത്വം സമ്മതിപ്പിക്കേണ്ടതുണ്ട്. ആദ്യ വെട്ട് അവളുടെ തോളത്താണുണ്ടായത്. രണ്ടാമത്തെ വെട്ടുകൊണ്ട് എല്ലാ ഞരമ്പുകളും മുറിഞ്ഞുപോയി. മൂന്നാമത്തെ വെട്ടുകൊണ്ട് ജഡ്ജ് സാർ വയറ് മുഴുവനായി കീറി മുറിക്കപ്പെട്ടിരുന്നു. തന്റെ മകളെ ദ്രോഹിക്കാൻ സാധിക്കുന്ന ഏത് മാനസികാവസ്ഥയിലും. ഞാനല്ല കൊന്നത് എന്റെ പൊന്നുമോളെ. ചന്ദ്രപ്രകാശ്, നിങ്ങൾ നിരപരാധിയാണോ? എങ്കിൽ സത്യം എന്താണ്? അത് സത്യമാണ്. ഞാനന്ന് കോടാലിയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളത് എന്റെ മകളെ പേടിപ്പിക്കാനായിട്ട്. എന്റെ കൂടെ അവള് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷിനെ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷെ വഴിയിൽ ഒരമ്പലം കണ്ടു. ദുർഗാദേവിയുടെ അമ്പലം. ആ അമ്പലത്തിലാണ് 21 വർഷം മുമ്പ് ഞാൻ മനസ്സ് നിറഞ്ഞ് നേർച്ച നേർന്നത്. എന്നിട്ടാണ് എന്റെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചത്. എന്റെ ആദ്യത്തെ മകൾ പിങ്കി. ഞാൻ ആലോചിച്ചു നിന്നുപോയി. ഞാൻ വർഷങ്ങൾ കൊണ്ട് നേർച്ച നേർന്ന് വാങ്ങിയെടുത്ത ആ സന്തോഷം ഇത്ര എളുപ്പത്തിൽ തിരികെ നൽകാനോ? ഇല്ല, ഭഗവാൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. ആ വിഷമത്തിൽ ഞാൻ ആ അമ്പലത്തിന്റെ പടിയിലിരുന്നു പോയി. അവിടെ ഇരുന്ന് ചിന്തിച്ച് എന്റെ മനസ്സ് മാറ്റിയെടുത്തു. ഞാൻ തീരുമാനിച്ചു, എന്തു തന്നെ ആയാലും ശരി, എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ മകളുടെ കുടുംബം നാശമാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ മറുവശത്ത് ഇങ്ങനെ ഒരു ചിന്ത കൂടി വന്നു. പിങ്കിയുടെ ഈ ചെയ്തി കൊണ്ട് എന്റെ മറ്റു 2 മക്കൾക്ക് ഈ ഗ്രാമത്തിൽ കഴിയാൻ പറ്റാതെയാവും. രാത്രി മുഴുവൻ ആ ചിന്തകളിൽ തന്നെ ഞാൻ കഴിച്ചുകൂട്ടി. എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു, എന്തു തന്നെ ആയാലും എങ്ങനെ ആയാലും ഞാൻ എന്റെ മകളുടെ ഭാവി നശിപ്പിക്കാൻ തുനിയില്ല എന്ന്. കോടാലി അവിടെ തന്നെ അമ്പലത്തിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. രാവിലെ എഴുന്നേറ്റു. വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. വഴിയിൽ പോലീസ് എന്നെ തടഞ്ഞു നിർത്തി. അയാൾ എന്നോട് പറഞ്ഞു, സുരേഷും പിങ്കിയും കൊല്ലപ്പെട്ടു എന്ന്. ആ വാർത്ത കേട്ട് ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞു. എന്റെ ഹൃദയം തകർന്നു. പിന്നെ ഒരു തോന്നലുണ്ടായി, എന്റെ ഒരു മകളെ നഷ്ടപ്പെടുത്തി. ബാക്കി 2 പേരെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാൻ ഉറപ്പിച്ചു, പിങ്കിയുടെയും സുരേഷിന്റെയും മരണത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന്. ഗ്രാമവാസികളും തലവനും പറയും, തെറ്റുപറ്റിപ്പോയി, അത് തിരുത്തുകയും ചെയ്തല്ലോ എന്ന്. എന്റെ 2 മക്കളുടെയും ഭാവി സുരക്ഷിതമാവും. സാറേ, അതുകൊണ്ടാ ഞാൻ... മനോഹരം, അതിമനോഹരം. അതുവരെ അമ്പലത്തിൽ പോകാത്ത ആളായിരുന്നു ചന്ദ്രപ്രകാശ് ജി. ഇപ്പോൾ ഇവിടെ വെച്ചാണ് അത് സംഭവിച്ചത്. KD സാറിന്റെ ഹൃദയം തകർക്കുന്ന കഥ കേട്ട് വാ, അങ്ങനെ നിങ്ങൾ ചെയ്ത കുറ്റം മാറ്റിപ്പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സത്യം അതാണ്, അത് മാത്രമാണ്. കൊല ചെയ്തത് നിങ്ങളാണ്. ഭരദ്വാജ് സർ, എന്താ നിങ്ങൾ പറഞ്ഞത്? The case is over. Sorry my friend, the case has just begun. തുടങ്ങിയതേയുള്ളൂ.
ജഡ്ജ് ചന്ദ്രപ്രകാശിന്റെ മൊഴി അനുസരിച്ച് അദ്ദേഹം ആ കോടാലി ദേവിയുടെ അമ്പലത്തിന് പുറകിൽ എറിഞ്ഞു കളഞ്ഞിരുന്നു. ഇപ്പോൾ നിയമപ്രകാരം നമ്മുടെ കടമയാണ് ആ പ്രദേശത്ത് ഉടൻ തിരച്ചിൽ നടത്തുക എന്നത്. ഇനിയും ആ കോടാലി അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ സത്യം തെളിയിക്കപ്പെടും. തിരച്ചിൽ നടത്തണം. പക്ഷേ കെ ഡി, നിങ്ങൾ ഒന്നും മറന്നുപോകുന്നു. ഈ കേസിൽ ചന്ദ്രപ്രകാശിനെതിരെ ഒരു സാക്ഷിയല്ല ഉള്ളത്. അയാൾക്കെതിരെ വേറെയും സാക്ഷികളുണ്ട്. യുവർ ഓണർ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാമത്തലവന്റെ മകൻ സോനുവിന്റെ മൊഴി. അദ്ദേഹം നേരിൽ കണ്ടതാണ് ചന്ദ്രപ്രകാശ് കൊല ചെയ്യുന്നത്. എടി സർ, ജസ് സർ മിക്കപ്പോഴും കോടതിയിൽ നുണയും പറയാറുണ്ട്. എന്തുകൊണ്ട് ഒന്നുകൂടി സോനുവിനെ കോടതിയിലേക്ക് വിളിച്ച് നമുക്ക് ചോദിച്ചുകൂടാ? അത് ഇപ്പോ എന്താ പറയാ സാർ? ആ ചന്ദ്രപ്രകാശ് നുണ പറയുവാണ് സാറേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇയാൾ ആ വീട്ടിൽ കയറി പിങ്കിയെയും സുരേഷിനെയും കൊല്ലുന്നത് കണ്ടു. പ്രേക്ഷകനെ പോലെ കണ്ടുകൊണ്ടു നിന്നു. തടയാൻ ശ്രമിച്ചില്ല, പിങ്കിയും സുരേഷിനെയും രക്ഷിക്കാനും ശ്രമിച്ചില്ല. അവിടെ നിന്ന് കണ്ടുകൊണ്ടേയിരുന്നു. ഞാനൊരു സിനിമയിലെ ആക്ഷൻകാരനൊന്നുമല്ല ഇടയിൽ ചാടി വീഴാനായിട്ട്. ഇടയിൽ ചാടി വീണിരുന്നെങ്കിൽ പിങ്കിയുടെയും സുരേഷിന്റെയും ഒപ്പം എന്റെ കേസ് വാദിക്കേണ്ടി വന്നേനെ സാറേ. രാക്ഷസനെക്കാളും ഭയാനകമായിരുന്നു അപ്പോൾ ഇയാളെ കാണാൻ. എന്നിട്ട് നിങ്ങൾ പേടിച്ചോടിക്കളഞ്ഞു. സാരമില്ല സോനു, നിങ്ങളുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രപ്രകാശിന്റെ പുറകെ പോയി രാത്രിയിൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ കാൽക്കോറയിൽ നിന്ന് കനോറയ്ക്ക് പോയില്ലേ? പോയിരുന്നു. അപ്പോൾ എത്ര സമയമെടുത്തു നിങ്ങൾ അവിടെ എത്താൻ? അതിപ്പോ സാധാരണ എടുക്കുന്ന സമയം 10-12 മിനിറ്റ് നേരെ പോകുമ്പോൾ 10-12 മിനിറ്റ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് സോനു കനോറയിൽ നിന്ന് കാൽക്കോറയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു പാലമുണ്ട്. അവിടെ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് കൊല നടന്ന രാത്രി ആ പാലത്തിൽ പണി നടക്കുകയായിരുന്നു. അതുകാരണം ആ പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരേ ഒരു വഴിയേ ബാക്കിയുള്ളൂ കനോറയിലേക്ക് പോകാൻ. മെയിൻ ഹൈവേ, അതിവേഗ പാത. അതുവഴി പോയാൽ ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും എടുക്കും. നിങ്ങൾ 12 മിനിറ്റിൽ അവിടെ എങ്ങനെ എത്തി? അത് പിന്നെ അതിനർത്ഥം ഇങ്ങനെയാണ് സോനു, നിങ്ങളും ചന്ദ്രപ്രകാശിനെ പോലെ അന്ന് രാത്രി കനോറയിലേക്ക് പോയിട്ടില്ല. അവിടെ ചന്ദ്രപ്രകാശിനെ ദേവിയുടെ അമ്പലത്തിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ നിന്ന് തന്നെ നിങ്ങൾ കൽക്കോറയിലേക്ക് തിരിച്ചുപോയി. എന്താ ഞാൻ പറയുന്നത് ശരിയാണോ അതോ ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ ശരിയാണ് പറയുന്നത്. ഇനി പറയൂ സോനു, ഇത്രയും സഭ്യമായ വ്യക്തിക്കെതിരായി നിങ്ങൾ കോടതിയിൽ തെറ്റായ മൊഴി എന്തിനാണ് നൽകുന്നത്? വളരെ മനോഹരം കെ ഡി സാർ, അതിമനോഹരം. അവസാനം നിങ്ങൾ ഇവിടെ അപരിചിതനാണെന്നതിന് തെളിവ് നൽകി. സമ്മതിച്ചു, കാൽക്കോറയിൽ നിന്ന് കനോറയിലേക്ക് പോകാൻ നേരെയുള്ള വഴിയാണ് പാലത്തിലൂടെ ഉള്ളത്. സമ്മതിച്ചു. മറ്റൊരു വഴി, നീണ്ട വഴി, ഈ പറഞ്ഞ ഹൈവേ, അതും സമ്മതിച്ചു. പക്ഷെ കെ ഡി സാർ, മൂന്നാമത് ഒരു വഴി കൂടിയുണ്ട്. ബധുവായിലെ വെട്ടിയുണ്ടാക്കിയ വഴിയിലൂടെ മൊഹറയിലെ ബൈപ്പാസ് റോഡിലെത്തും. അവിടെ കേവലം ബൈക്കിന് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ആ വഴിയിലൂടെ കനോറയിലേക്ക് എത്താൻ യുവർ ഓണർ എടുക്കുന്നത് വെറും 12 മിനിറ്റ്. അതെ സാറേ, ശരിയാണ് പറഞ്ഞത്. ഞാൻ ആ വഴിയിലൂടെയാ പോയത്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ വെറുതെ അറിഞ്ഞാൽ പോരാ കെ ഡി സാർ. ചില കാര്യങ്ങൾ അറിയാൻ ഇവിടെ വർഷങ്ങൾ താമസിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? ഈ കോടതി മറ്റന്നാൾ 11 മണി വരെ പിരിഞ്ഞിരിക്കുന്നു. ധൈര്യമായിട്ടിരിക്കും ദമയന്തി. നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ മൊഴി മാറ്റി പറഞ്ഞ് ഞങ്ങളുടെ ജോലി എളുപ്പമാക്കിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് കൊലയാളിയുടെ അടുത്ത് സാർ, എനിക്ക് വളരെ വലിയ തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം സാർ. എന്ത് തെറ്റ്? കൂടെ
ഞാൻ സത്യമല്ല സർ പറഞ്ഞത്. അന്ന് രാത്രി പിങ്കിയും സുരേഷും കൊല്ലപ്പെട്ട രാത്രി ഞാൻ എന്റെ കണ്ണുകൊണ്ട് സുരേഷിന്റെ കൊച്ചച്ഛൻ മഹേന്ദ്ര പ്രകാശ് മോട്ടോർ സൈക്കിൾ കനോറയിൽ നിന്ന് വരുന്നത് കണ്ടു സർ. പിന്നെ അയാളുടെ കുർത്തയില് ചോരയുടെ ചുവന്ന പാടുണ്ടായിരുന്നു സർ. അപ്പോൾ ഈ കാര്യം കോടതിയിൽ പറയാത്തെന്താണ് നിങ്ങൾ? അത് മഹേന്ദ്ര പ്രകാശ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കാര്യം കോടതിയിൽ ഞങ്ങൾ പറയുവാണെങ്കിൽ പിങ്കിക്ക് എന്താ സംഭവിച്ചത് ആ അവസ്ഥ തന്നെ നമുക്കും ഉണ്ടാകും. നമ്മുടെ ഗ്രാമത്തില് പിങ്കിക്ക് സുരേഷിന് എതിരായി നിന്ന ഒരേ ഒരാൾ മഹേന്ദ്രനായിരുന്നു. നമ്മുടെ വീട്ടിൽ വന്ന് 4 തവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ കൊല ചെയ്തത് മഹേന്ദ്ര സിംഗ് തന്നെയാവും. നിങ്ങൾ കോടതിയിൽ മൊഴി നൽകുമോ? അയാളെന്നെ കൊല്ലും സർ. വേണ്ട സർ. എത്ര നാളായിട്ട് പിങ്കി നിന്റെ കൂട്ടുകാരിയായിരുന്നു? 4 വയസ്സുള്ളപ്പോ മുതല്. സാധാരണ കുടുംബ ബന്ധങ്ങളെക്കാൾ സൗഹൃദ ബന്ധം വലുതായിരിക്കും. ഒന്ന് ചിന്തിക്ക. ഇനി നിന്റെ സ്ഥാനത്ത് പിങ്കിയായിരുന്നെങ്കിൽ അവൾ മൊഴി നൽകുമായിരുന്നു. അവൾ ഉറപ്പായിട്ടും മൊഴി നൽകുമായിരുന്നു. അവൾ തീർച്ചയായിട്ടും മൊഴി നൽകുമായിരുന്നു. വരുൺ, ഇവരെ വീട്ടിലാക്കിയിട്ട് വാ. ബി കെയർഫുൾ. യെസ് സർ. നാളെ മൊഴി നൽകേണ്ടതാണ്. നിന്റെ പാട്ട വണ്ടി നിന്ന് പോയടാ. വെളിച്ചെണ്ണ ഒഴിച്ചാലൊന്നും വണ്ടി ഓടില്ല. ഇതിപ്പോ നിന്റെ ബൈക്ക് മാത്രമേ കേടായുള്ളൂ. എന്റെ സ്വഭാവം മാറിയ നീ നിന്റെ ആ കേടി വിചാരിച്ചാലും പിന്നെ പിടിച്ചാ കിട്ടില്ല. മനസ്സിലാക്കി കൊടുക്ക് നിന്റെ ആ വക്കീലിനെ. നിങ്ങൾക്ക് എന്ത് പറ്റി മഹേന്ദ്ര? എന്താ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ? പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് നോക്കിയേ. ആരാ ഈ പാതിരാത്രിയില്? ചാക്കോ? നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ നിങ്ങൾ മഹേന്ദ്ര സിംഗിന്റെ കുർത്തയിൽ കണ്ട അടയാളം അത് ചോരയുടെ അടയാളമായിരുന്നു എന്ന്? അതെ, ഞാൻ കണ്ടതാണ്. ഞാനിവളെ അവിടെ വച്ച ആ പയ്യന്റെ ഒപ്പം കണ്ടപ്പോഴേ കരുതിയതാ ഇവൾ കോടതിയിൽ മൊഴി മാറ്റി പറയൂന്നാ. നിങ്ങൾ അന്ന് രാത്രി കനോറയിൽ നിന്നും വരികയായിരുന്നു മഹേന്ദ്ര സിംഗ്? അതെ, ആ വഴിയിലൂടെയാണ് വന്നത്. പൈസ പിരിക്കാൻ പോയതായിരുന്നു കനോറയിൽ. പിന്നെ നിങ്ങളുടെ ഉടുപ്പിൽ ചോരയുടെ അടയാളമുണ്ടായിരുന്നു. ആ അതെ, ഉണ്ടായിരുന്നു. ദേ വക്കീൽ സാറേ, എന്തെങ്കിലും ഒന്ന് പറയുന്നേ. പേടിക്കണ്ട മഹേന്ദ്ര പ്രകാശ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് അതേ ഉടുപ്പാണ് അന്ന് രാത്രി മഹേന്ദ്രൻ ധരിച്ചിരുന്നത്. യുവർ ഓണർ, പാഠക് സാറും ദേവകിയും പറയുന്നത് ശരിയാണ്. ഈ ഉടുപ്പിൽ ചോരയുടെ അടയാളമുണ്ട്. പക്ഷേ ഈ ചോരപ്പാടുകൾ സുരേഷിന്റെയും പിങ്കിയുടെയും പോയിട്ട് ഒരു മനുഷ്യന്റെ പോലുമല്ല യുവർ ഓണർ. സാറേ, വക്കീൽ സാർ പറയുന്നത് ശരിയായ കാര്യമാണ്. അത് എന്റെ ബൈക്കിന് മുന്നിൽ ഒരു മുയൽ ചാടിയതാ. അതിന്റെ ചോരയുടെ തുള്ളികൾ എന്റെ ഉടുപ്പിലേക്ക് തെറിച്ചിരുന്നു. മോട്ടോർ സൈക്കിളിന്റെ ടയറിനടിയിൽ മുയൽ ചാടി അതിന്റെ ചോരത്തുള്ളികൾ ഇത്രയും മുകളിലേക്ക് തെറിക്കുമോ? കെടി സാർ, എന്ത് ചിന്തിച്ചാലും വേണ്ടില്ല, സത്യം ഇതാണ്. പിന്നെ ഈ കുർത്തയിൽ പറ്റിയ ചോരയുടെ കാര്യം തെളിയിക്കും ഈ ഫോറൻസിക് റിപ്പോർട്ട്. യുവർ ഓണർ, ഈ രക്തം മുയലിന്റെ തന്നെയാണ്, വലിയ മുയലിന്റെ.
ജഡ്ജ് സാർ, എനിക്ക് സംശയമുണ്ട് ആ വസ്ത്രം മാറ്റപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനാൽ ഞാൻ ദേവികയെ ഒന്നുകൂടി കോടതിക്ക് മുമ്പാകെ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നു. അനുവദിച്ചിരിക്കുന്നു. ദേവികി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പറയൂ, ഇത് അതേ ഉടുപ്പാണോ അന്ന് രാത്രി മഹേന്ദ്ര സിംഗ് ധരിച്ചിരുന്നത്, അതോ വേറെയാണോ? അത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും, അതോ... യുവർ ഓണർ, ചിലപ്പോൾ ഒരുപക്ഷെ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ പറയുന്നു ഇത് അതേ ഉടുപ്പാണെന്ന്. മഹേന്ദ്ര സിംഗ്, ഇത് ആ കുർത്ത തന്നെയാണ്. അതിൽ മുയലിന്റെ രക്തം പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ദേവികയെ ഭീഷണിപ്പെടുത്തിയെന്തിനാണ്? കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ അന്ത്യവും പിങ്കി പോലെ ആവുമെന്ന്. സാറെ, കാര്യം ഇതാണ്. ഗോതമ്പ് പൊടിക്കുമ്പോ അതിന്റെ തവിടും അതോടൊപ്പം പൊടിയും. ആണോ? നാട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു ഈ സുരേഷിന്റെയും പിങ്കിയുടെയും ബന്ധത്തിനെതിരായി നിന്നത് ഞാനായിരുന്നു എന്നാ. അങ്ങനെയുള്ളപ്പോ ആ മുയലിന്റെ സംഭവം കൂടി നടന്നു. എന്റെ നേരെ വിരൽ ചൂണ്ടിയാലും ആരെന്നെ വിശ്വസിക്കാനാണ്? അതേതായാലും നന്നായി ഭരത് സാർ പറഞ്ഞു തന്നോ രക്തം പരിശോധിക്കാൻ സാധിക്കുമെന്നാ. അല്ലെങ്കിൽ ഈ പെണ്ണെന്നെ പൂട്ടിച്ചിട്ടേ അടങ്ങത്തുള്ളായിരുന്നു. സാറേ, ഈ പെണ്ണ് ആരാണ് എന്റെ നേരെ വിരൽ ചൂണ്ടാൻ? ചന്ദ്രപ്രകാശും കപിലും അല്ലാതെ ഇവൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ സുരേഷും പിങ്കിയും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ഇവിടെ ആരും സംശയിക്കാത്ത എന്താണ്? അതിന്റെ വിധി കോടതിയല്ല, പഞ്ചായത്ത് പറയും. പഞ്ചായത്ത്. ശാന്തനാകൂ മിസ്റ്റർ മഹേന്ദ്ര സിംഗ്. മിസ്റ്റർ പാഠക്, ഇയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇദ്ദേഹത്തിനോടൊന്നും ചോദിക്കാനില്ല യുവർ ഓണർ. പക്ഷേ പോലീസിനോട് ഉറപ്പായും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അമ്പലത്തിന് പുറകിൽ കുറ്റിക്കാട്ടിൽ ആ കോടാലി കിട്ടിയോ ഇല്ലയോ എന്ന്. ഇല്ല സാർ, ആ കുറ്റിക്കാട്ടിൽ ഓരോ ചെടിയുടെ ഇടയിലും ഞങ്ങൾ തിരഞ്ഞു. കോടാലി പോയിട്ട് ഒരു കത്തി പോലും കിട്ടിയില്ല. സാർ, പോലീസിന്റെ നിഗമനത്തിൽ ദിവസവും ഇയാൾ ഓരോരോ കഥകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരെയും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. ഇയാളാണ് അത് നദിയിലേക്ക് എറിഞ്ഞത്, മർഡർ നടത്തിയിട്ട്. മനോഹരമായിട്ടുണ്ട് ഇൻസ്പെക്ടർ സാർ. പക്ഷേ യുവർ ഓണർ, ആ കോടാലി കുറ്റിക്കാട്ടിലുമില്ല, ഒരു നദിയിലുമില്ല. കോടാലി എന്റെ കയ്യിലുണ്ട്. ഓർഡർ, ഓർഡർ. എന്താ പാഠക് സാർ, എന്റെ കഴിവ് കണ്ട് കണ്ണു തുറച്ചു വന്നല്ലോ. യുവർ ഓണർ, ഇന്നലെ രാത്രി നമ്മുടെ ഒരു രഹസ്യ ശുഭചിന്തകൻ എന്റെ വീടിന് മുന്നിൽ ഈ കോടാലി കൊണ്ടിട്ടിട്ട് പോയി. ചന്ദ്രപ്രകാശ് ജി, ഒന്ന് നോക്കൂ. ഈ കോടാലി നിങ്ങളുടേതൊന്നും അല്ലല്ലോ അല്ലേ? അതെ വക്കീൽ സാറേ. കറക്റ്റ്. കാരണം ഈ കോടാലിയിലുള്ള അടയാളം ചന്ദ്രപ്രകാശ് ജിയുടെ വിരലുകളുടെയാണ്. പിന്നെ ഇതുകൂടാതെ ഇതിന്റെ മൂർച്ചയേറിയ അറ്റത്ത് കാണുന്ന ഈ അടയാളം യുവർ ഓണർ സുരേഷിന്റെയും പിങ്കിയുടെയും രക്തത്തിന്റെയാണ്. വക്കീൽ സാറേ, അത് എങ്ങനെ സംഭവിക്കും? അതായത് വെട്ടുകയോ മുറിക്കുകയോ ചെയ്താൽ രക്തം പുരളും. ജഡ്ജ് സാർ, ഇങ്ങനെയും സംഭവിക്കാം. ഈ കോടാലി ആരോ കുറ്റിക്കാട്ടിൽ നിന്ന് മോഷ്ടിച്ച് അതിനുശേഷം അതിൽ സുരേഷിന്റെയും പിങ്കിയുടെയും രക്തം പുരട്ടിയതാണ്. വളരെ മനോഹരം കെ ഡി സാർ, അതിമനോഹരം. സംഭവം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം ആ രക്തം എവിടെ നിന്ന് വരാനാണ്? രക്തം 10 ദിവസത്തിനുള്ളിൽ ഉണങ്ങിപ്പോവില്ലേ? അല്ലെങ്കിൽ തന്നെ യുവർ ഓണർ, റിപ്പോർട്ട് പ്രകാരം ഈ കോടാലിയിലുള്ള രക്തം അത് അന്നേ ദിവസത്തെയാണ്, കൊല നടന്ന ദിവസത്തെ. ഇനി പറയൂ പാഠക് സർ, ഇപ്പോൾ കോടാലിയിലെ രക്തം പോലും അലറി വിളിച്ച് പറയുകയാണ് കൊലയാളി ഇദ്ദേഹമാണെന്ന്. അപ്പോൾ നീ പറയുന്നത് എല്ലാവരും ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാണ്? അതെ, സോനു, മഹേന്ദ്ര പ്രകാശ്, തലവൻ, എല്ലാവരുടെ ഗൂഢാലോചനയാണ്.
ഇപ്പോ ചന്ദ്രപ്രകാശിന്റെ കോടാലി പ്രോസിക്യൂട്ടർ ഭരതന് കൊടുത്തിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുക. അയാൾക്ക് ഈ കേസിൽ ഒരു പങ്കുമില്ലാന്ന്. ചോദ്യമുയരുന്നത് ചന്ദ്രപ്രകാശ് അയാളുടെ പേര് പറയാത്ത എന്താണെന്നാണ്. സ്വന്തം മകൾക്ക് വേണ്ടിയോ? അതെ സർ, ദാറ്റ്സ് ദ റീസൺ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ് വരുൺ. കോടതിയിൽ തെളിവായി സമർപ്പിച്ച ആ കോടാലി കൊണ്ടാവില്ല ആ കൊല നടത്തിയത് വേറെ കോടാലി കൊണ്ടാണ്. ആ കോടാലി കിട്ടാത്തടത്തോളം സത്യം പുറത്തു വരില്ല. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഭാരതിന്റെ വീട്ടിന്റെ വെളിയിൽ, അതും അർദ്ധരാത്രി, ആ കോടാലി കൊണ്ടുവച്ചെങ്കിൽ അതാര്? അത് നമുക്കെങ്ങനെ അറിയാം? ഞാൻ കരുതി ഈ സോനു ആയിരിക്കും വച്ചതെന്നാ. എന്നെ നിങ്ങൾ അതിൽ വലിച്ചഴക്കില്ലേ മഹേന്ദ്ര? എനിക്കൊന്നും അറിയില്ല. എന്താ ഇങ്ങനെ കണ്ണു വീഴ്ച നോക്കുന്നത്? കണ്ടാത്തൊന്നും ഞാനാ കൊന്നത് രണ്ടുപേരെയെന്ന്. ആ, നിങ്ങൾ ഇങ്ങനെ കലഹിക്കുന്നത് എന്തിനാണ്? നടന്നത് എന്തായാലും നന്നായി. നിയമത്തിന് ചന്ദ്രപ്രകാശിന്റെ കോടാലി കൊടുത്തു. അല്ലെങ്കിലേ ആ കുറ്റം നമ്മുടെ മേൽ വന്നേനെ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും കൊന്നുകളഞ്ഞെന്ന്. സോനു, ആ ദേവകിക്ക് മേലൊരു കണ്ണു വച്ചേക്ക്, അല്ലെങ്കിൽ ഇത് നാട് മുഴുവൻ പാട്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അച്ഛാ, അല്ലെങ്കിൽ ഞാൻ തന്നെ പിന്നീട് കുടുങ്ങും. നീ പറയുന്ന കേൾക്ക് മഹേന്ദ്ര. നീയാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിയുള്ളവൻ. നീ അവളെ ശ്രദ്ധിക്കുക. ശരി തലവരെ, ഇന്നു മുതൽ ഈ ദേവകി എന്റെ നിരീക്ഷണത്തിലായിരിക്കും. എന്റെ സമയം മോശമാണ് സാറേ. ആദ്യം എന്റെ മകൻ നഷ്ടമായി, ഇപ്പോൾ എന്റെ അനിയനെ നഷ്ടമായി. പക്ഷെ ആർക്കാണ് എന്നോട് ഇത്രയും ശത്രുത എന്ന് എനിക്ക് അറിയില്ല. മഹേന്ദ്ര പ്രതാപിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? ആത്മഹത്യ, യുവർ ഓണർ. ആത്മഹത്യ. മഹേന്ദ്ര പ്രകാശ് പാലത്തിൽ നിന്ന് എടുത്തു ചാടി സ്വന്തം ജീവിതം അവസാനിച്ചു. ഇത് ആത്മഹത്യയല്ല, ഹത്യയാണ്. വളരെ മനോഹരം. നിങ്ങൾ നേരിൽ കണ്ടതുപോലെയാണല്ലോ. നിർഭാഗ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കുമായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കാണുമായിരുന്നു? എങ്ങനെയാണ് എടുത്ത് ചാടുന്നതെന്ന്. വേറെ എന്ത് കാണാൻ? പിന്നെ പാലത്തിൽ നിന്നും എടുത്തു ചാടാം. പാലത്തിന്റെ മുകളിൽ, അതായത് മതിലിന് മുകളിൽ കയറി നിൽക്കുക, കൈപിടിക്കുക ആവശ്യമാണ്. അതെ, തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ യുവർ ഓണർ, ആ പാലത്തിന്റെ മതിലിൽ മഹേന്ദ്ര പ്രതാപിന്റെ കാൽപ്പാടുകളും കണ്ടില്ല, കൈകളുടെയും. അതിന്റെ അർത്ഥം സ്പഷ്ടമാണ് ജഡ്ജ് സർ. ആരോ മഹേന്ദ്ര പ്രതാപിന്റെ ശരീരം അവിടെ നിന്ന് താഴേക്കെറിയുകയാണ് ഉണ്ടായത്. നിങ്ങൾ പറയുന്നത് ശരിയാണ് സാറേ. എനിക്കും തോന്നുന്നു ആരോ എന്റെ അനിയൻ മഹേന്ദ്രനെ കൊന്നതാണെന്ന്. മെനഞ്ഞാന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇനി എനിക്ക് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ വിശ്രമം. എന്റെ മരുമകൻ സുരേഷിന്റെ കൊലയാളി ആരാണെന്ന കാര്യം. സുരേഷിന്റെ കൊലയാളി? അന്നു രാത്രി മഹേന്ദ്രൻ ആരോടാണ് ഫോണിൽ സംസാരിച്ചത്? അറിയില്ല സാറേ. പക്ഷേ മഹേന്ദ്രന്റെ ശരീരത്തിൽ നിന്നും ഫോൺ ലഭിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം അവൻ എങ്ങോട്ടാണ് പോയതെന്ന്. ഈ ഗ്രാമത്തലവനടുത്ത്. കാരണം സാർ, അന്ന് രാത്രി അവൻ പോയി കഴിഞ്ഞ് തലവന്റെ ആളുകളുടെ ഫോൺ വന്നിരുന്നു അവന്. അല്ലേ തലവരെ? ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു എന്ന് കരുതി തലയിൽ കയറുമായിരുന്നു. സാറിനി നിങ്ങളോട് സകല സത്യവും ഞാൻ പറഞ്ഞു തരാം. നോക്കു മനോരണ്ണ, എനിക്കാണെങ്കിൽ ചുറ്റി വളഞ്ഞ് സംസാരിക്കാനേ അറിയില്ല. തുറന്നടിച്ച് കാര്യം പറയുന്ന രീതിയാണ് എന്റേത്.
എന്റെ മോനില്ലേ സോനു, അവന് പിങ്കിയോട് ഭയങ്കര ഇഷ്ടം, കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. ഞാൻ സമ്മതിച്ചില്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അവന്റെ അച്ഛനല്ലേ. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി. ഞാൻ അവന് വാക്ക് കൊടുത്തു, നിന്റെ കല്യാണം പിങ്കിയുമായിട്ട് നടത്തിത്തരാമെന്ന്. നിങ്ങളുടെ മകനുണ്ടല്ലോ സുരേഷ്, അവന് പിങ്കിയുമായിട്ട് ഈയിടെയായിട്ട് ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പിങ്കിയുമായിട്ടുള്ള അവന്റെ ലവ് സ്റ്റോറി ഒന്ന് നിർത്തിക്കോളണമെന്ന്. ഇല്ലെങ്കിലേ ഞാൻ അവനെ അങ്ങ് തീർത്ത് കളയും. സാർ, സാർ, ഗ്രാമത്തലവൻ ലക്ഷ്മൺ ലാലാണ് കൊന്നത് എന്റെ മകനെയും അനിയനെയും. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. സാറേ, ഇയാളുടെ മകനെയും അനിയനെയും നഷ്ടമായതുകൊണ്ട് ഇയാൾ അങ്ങ് ഭ്രാന്തനായി. അതുകൊണ്ടാണ് ഈ കണകണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ മകൻ സോനുവിന്റെ കല്യാണം പിങ്കിയുമായി എങ്ങനെ നടത്താനാണ്? തലവൻ സാറേ, ഇനി നിങ്ങൾക്ക് അവർ രണ്ടുപേരുമായുള്ള കല്യാണം നടത്തണ്ട എന്നായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ പണിക്കരെ കൊണ്ട് സോനുവിന്റെയും പിങ്കിയുടെയും ജാതകപ്പൊരുത്തം നോക്കിയതെന്തിനായിരുന്നു? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? പണിക്കരുടെ മകൾ ദേവകി, എന്നാ ഞാൻ പെണ്ണുങ്ങളെ വിടൂ, ആണുങ്ങൾ തമ്മിലാവാം. പറയൂ, എന്തിനാ പൊരുത്തം നോക്കിയത്? എന്തായാലും കാര്യം പുറത്തു വന്ന സ്ഥിതിക്ക്, അതെ, എന്റെ മകൻ സോനു പിങ്കിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് സത്യമാണ് വക്കീൽ സാറേ. പിന്നെ ഇതും സത്യമാണ്, അന്ന് ഞാൻ മനോഹരനെ ഭീഷണിപ്പെടുത്താൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു എന്നതും. എന്റെ അച്ഛനെയും അമ്മയെയും തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, പിങ്കിയുടെയും സുരേഷിന്റെയും കൊല നടത്തിയത് ഞാനല്ല. സത്യത്തിൽ ഈ പദ്ധതിയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതും സത്യമാണ് ജഡ്ജി സാറേ. അതിനർത്ഥം ഇതാണ് തലവരെ, സോനു നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് പറയാതെ അവരുടെ കൊല നടത്തി ഒറ്റയ്ക്ക്. എന്താ വക്കീൽ സാർ ഇങ്ങനെ പറയുന്നേ? ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇതിൽ ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ് തലവരെ? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് സോനു കനോറയിൽ പോയി. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ പിങ്കിയുടെയും സുരേഷിനെ കൊല നടത്തി. ഓ, അത് അസംഭവ്യമാണ്. ഇത് അസംഭവ്യമാകുന്നത് എന്തുകൊണ്ട്? സോനുവിന് അറിയാമായിരുന്നു അവർ രണ്ടുപേരും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. അവിടെ ചെന്ന് അയാൾ കൊല നടത്തി. സാറേ, അവൻ അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് പറയും. അന്ന് രാത്രി അവൻ കനോറയിൽ പോയതേയില്ല. ഇനി അയാൾ കനോറയിൽ പോയതേയില്ലെങ്കിൽ പിന്നെ ചന്ദ്രപ്രകാശ് പിങ്കിയെയും സുരേഷിനെയും കൊല ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടത് തലവരെ? ദൂരദർശനിലൂടെ. അയ്യോ അച്ഛാ, നിങ്ങൾ എന്നെ കുടുക്കി, നല്ല രീതിയിൽ കുടുക്കി. ഇനി എന്ത് ചെയ്യും സോനു? സത്യത്തിനൊപ്പം നിൽക്കുന്നോ അതോ കള്ളം പറഞ്ഞെന്ന് തെളിയിക്കണോ? ഞാൻ സത്യം പറയാം. ഞാനന്ന് രാത്രി കനോറയിൽ പോയതേയില്ല. പിന്നെ കോടതിയിൽ എന്തിനാ നുണ പറഞ്ഞത്? അത് ആ നിൽക്കുന്ന ചന്ദ്രപ്രകാശിന് ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാ. ഇയാള് എന്റെയും പിങ്കിയുടെയും കല്യാണത്തിന് എതിരെ നിന്നു. അന്നുപോലെ എന്റെ ശത്രുവായി മാറി ഇയാള്. ഐ സേ, പ്രതികാരം, റിവാഞ്ച്, പ്രതിശോധം. പക്ഷെ എല്ലാം കൂടി കണക്കിലെടുത്താൽ സത്യം ഇതാണ്, നിങ്ങൾ കനോറയിൽ പോയതേയില്ല. പിന്നെ നിങ്ങൾ ചന്ദ്രപ്രകാശിനെ, സുരേഷിനെയും പിങ്കിയുടെയും കൊല നടത്തുന്നത് കണ്ടിട്ടേയില്ല. അതെ, എനിക്ക് കനോറയിൽ എത്താൻ കഴിഞ്ഞതേയില്ല. എന്റെ ബൈക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഫെയിലായി. എനിക്കറിയില്ല ഇയാൾ അമ്പലത്തിൽ പോയോ അതോ കനോറയിലോ വന്ന്. വെരി നൈസ്. അതിനർത്ഥം ഇതുവരെ ചന്ദ്രപ്രകാശിന്റെ മൊഴി സ്ഥാപിക്കാൻ തെളിവൊന്നും കിട്ടിയില്ല എന്നാണ്. അതൊരു ചീത്ത വാർത്തയാണ് കെ ഡി ഭായ്. കാരണം സോനുഭായിയുടെ മൊഴി തെറ്റായിരുന്നെങ്കിലും കോടാലിയിൽ പറ്റിയ രക്തം ചീറി ചീറി കരയുകയാണ് യുവർ ഓണർ. അന്ന് രാത്രി ചന്ദ്രപ്രകാശ് ജി അമ്പലത്തിലല്ല, കനോറയിലെ ആ മുറിയിലായിരുന്നു. അവിടെ നിഷ്കരുണം, നിർദാക്ഷിണ്യം തന്റെ മകളുടെയും മരുമകന്റെയും കൊല നടത്തി. ഇല്ല 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 വക്കീൽ സാറേ. ജഡ്ജി സാറേ, നിങ്ങൾ എന്നെ എന്ത് കുറ്റത്തിനും എന്ത് ആരോപണത്തിനും വേണമെങ്കിൽ തൂക്കിലേറ്റിക്കൊള്ളൂ, തൂക്കിക്കൊന്നോളൂ. പക്ഷേ മകളെ കൊന്ന കുറ്റത്തിനല്ല. അല്ലെങ്കിൽ തൂക്കുകയർ എനിക്കല്ല.
അച്ഛനും മകളുമായുള്ള ബന്ധത്തിന് നൽകുന്നതാവും. അച്ഛനും മകളുമായുള്ള ബന്ധത്തിന് നൽകുന്നതാവും. കിട്ടി സാർ. സെൽഫോൺ കമ്പനിയിൽ നിന്നും മഹേന്ദ്ര പ്രതാപിന്റെ ഫോൺ റെക്കോർഡ്സ്. എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് മുമ്പ് മഹേന്ദ്ര പ്രതാപ് ഈ നമ്പറിലാണ് സംസാരിച്ചിരുന്നത്. വിളിച്ചു നോക്ക്. സാർ, ഏതോ ഡോക്ടർ സരളയുടെ ക്ലിനിക്കാണ്. മഹേന്ദ്ര പ്രതാപ് ഏതോ വനിതാ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ എന്തിനെ വിളിക്കണം? ഒരു കാര്യം ചെയ്യുവരും, നീ ചെന്ന് അന്വേഷിക്കുക അതെന്തിനാണെന്ന്. വക്കീൽ സാറേ, ഞാൻ അറിഞ്ഞത് ഇന്നലെ രാത്രിയിൽ ആരോ നിങ്ങൾക്കൊരു കോടാലി കൊടുത്തയച്ചു എന്ന്. എന്താ സത്യമാണോ? കേട്ടത് ശരിയാണ്. പഞ്ചായത്ത് പറയുന്നത് ആ കോടാലി നിങ്ങൾ ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന്. ക്ഷമിക്കണം തലവരെ, അത് നടക്കില്ല. ആ കോടാലി ഞാൻ പോലീസിനെ ഏൽപ്പിച്ചു. അത് സർക്കാർ ഭാഗത്തിലുമാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രപ്രകാശിന്റെ കോടാലി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു കോടാലി എവിടുന്ന് പൊട്ടിമുളച്ചു? തലവരെ, ആ കോടാലി ആരുടേതായിരുന്നു, അതിൽ ആരുടെ രക്തമായിരുന്നു, അത് നാളെ നിങ്ങൾക്കും എനിക്കും ഇവിടെ നിൽക്കുന്ന സകല ആളുകൾക്കും മനസ്സിലാകും. കോടതിയിൽ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം. നാളെ എനിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. കേസിന് ശേഷം ഇരുന്ന് വർത്തമാനം പറയാം. അതായത് എനിക്ക് കിട്ടിയതുപോലെ ഒരു കോടാലി നിങ്ങൾക്കും കൊണ്ടുതന്നു? അതെ അതെ, എനിക്കും കൊണ്ടുവന്നു. യുവർ ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കൊണ്ടുവരുന്നു. വന്നു, എത്തിക്കഴിഞ്ഞു. ഇതാ യുവർ ഓണർ. ഇതെന്താണ് മിസ്റ്റർ കെ ഡി? എന്ത് പറ്റി ജഡ്ജ് സർ? ഇതിൽ രക്തത്തിന്റെ അടയാളം ഇല്ലല്ലോ. ഇതേതോ ചുവന്ന നിറത്തിലുള്ള പെയിന്റാണ്. ഇതിലുള്ള അടയാളം അത് നിങ്ങളുടെ വിരലടയാളമാണ് മിസ്റ്റർ കെ ഡി പാഠക്. അതെ അതെ ജഡ്ജ് സർ, ചുവന്ന പെയിന്റാണ്. പിന്നെ വിരലടയാളം അത് എന്റെ തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. ജഡ്ജ് സർ, ശരിക്കും ഞാൻ ആ കോടാലി അത് എന്റെ അസിസ്റ്റന്റ് വരുണിനെ കൊണ്ട് ദമയന്തിയുടെ വീടിന് വെളിയിൽ കൊണ്ടിട്ടതായിരുന്നു. അതിനർത്ഥം എന്താണ്? പിന്നെ പോലീസ് റിപ്പോർട്ട് എഴുതിക്കുന്നതും ഫോറൻസിക് റിപ്പോർട്ട് എടുപ്പിച്ചതും എന്തിനായിരുന്നു? എല്ലാവരുടെയും ടൈം വേസ്റ്റ്. ഇത് എല്ലാവരുടെയും കണ്ണിൽ മണ്ണ് വാരിയിട്ടതാണ്. അല്ല ജഡ്ജ് സർ, ശരിക്കും അങ്ങനെയല്ല. ഞാൻ കോടതിയുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ വേറൊരാളുടെ കണ്ണിലാണ് മണ്ണ് വാരിയിടാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഈ കേസിൽ പറ്റിയിരിക്കുന്ന മണ്ണ് മാറ്റി എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി വ്യക്തമാക്കി കിട്ടാം. ഭരദ്വാജ് സർ, നിങ്ങൾ കുറച്ച് പതുക്കെയാണ്. ഞാൻ പതുക്കെ മനസ്സിലാക്കി തരാം. ഞാൻ മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് യുവറാണോ, ഞാൻ ദേവിക്ക് കോടതിക്ക് മുമ്പാകെ വിളിക്കാൻ അനുവാദം തരികയാണ്. അനുവദിച്ചിരിക്കുന്നു. ജഡ്ജ് സർ, സംഭവിച്ചത് ഇതാണ്. മനോഹരൻ പറഞ്ഞിരുന്നു മഹേന്ദ്രന്റെ മരണം നടന്ന ആ രാത്രി മഹേന്ദ്രൻ ആരെയോ ഫോൺ ചെയ്തിരുന്നുവെന്ന്. ഞാൻ മഹേന്ദ്രന്റെ ഫോൺ കോൾ ലിസ്റ്റ് എടുപ്പിച്ചിരുന്നു. അതിൽ നിന്നും പിടികിട്ടി അയാൾ രോഹ്തക്, ഹരിയാനയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, അതായത് സ്ത്രീരോഗ വിദഗ്ധയെ ഫോൺ ചെയ്തിരുന്നുവെന്ന്. ഡോക്ടർ സരള ജോഷിയെ കണ്ടതിനു ശേഷം ഇത് മനസ്സിലായി യുവറാണോ. അതായത് ഇവിടെ നിന്ന് കാൽക്കോറയിൽ നിന്ന് ഒരു പെൺകുട്ടി അവരുടെ അടുത്ത് ചെന്നിരുന്നു ഇതറിയുവാൻ വേണ്ടി അവൾ ഗർഭവതി ആണോ അല്ലയോ എന്ന്. ദേവികി, നിങ്ങൾ പോയിരുന്നോ ഡോക്ടർ സരള ജോഷിയുടെ അടുത്ത്? ഡോക്ടർ ജോഷി എഴുതിയ പത്രം താങ്കളുടെ മേശയിലുണ്ട് ജഡ്ജ് സർ. നിങ്ങൾ പോയിരുന്നോ ഇല്ലയോ? അതെ, അത് സത്യമാണ്. ഞാൻ ഗർഭിണിയാണെന്ന്.
മഹേന്ദ്രൻ ഇതറിഞ്ഞിരുന്നു നിങ്ങൾ ഗർഭവതിയാണെന്ന്. അതാണ് അദ്ദേഹം ഡോക്ടർ സരള ജോഷിയെ ഫോൺ ചെയ്തത്. എന്താ അത് സത്യമാണ്? അതെ. പിന്നെ നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ സുരേഷാണ്. എന്താ അതും സത്യമാണ്? അതെ, അതും സത്യമാണ്. അപ്പൊ അതിനർത്ഥം ഇങ്ങനെയാണ്: ഒരു വശത്ത് സുരേഷ് നിങ്ങളോട് സ്നേഹം കാണിച്ചിരുന്നു, പിന്നെ മറുവശത്ത് അയാൾ പിങ്കിയുമായി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ശരിയാണോ? അതെ. അപ്പോൾ നിങ്ങൾ സുരേഷിനോട് പറഞ്ഞു നിങ്ങൾ അയാളുടെ കുട്ടിയുടെ അമ്മയാവാൻ പോകുന്നുവെന്ന്. അപ്പോൾ എന്തുപദേശമാണ് നൽകിയത് അദ്ദേഹം? അത് അയാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല സർ. എന്നിട്ട് പറഞ്ഞു ഞാൻ അയാളെ മറക്കണമെന്ന്. കാരണം അയാള് പിങ്കിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. ദേവികി, ഇതൊരു കാരണമാവുന്നില്ല അവിടെ പോയി ആ രണ്ടുപേരെയും ഇത്രയും നിർദാക്ഷിണ്യം കൊല ചെയ്യാൻ. കൊല ചെയ്യണ്ടായിരുന്നു അവരെ? അല്ല സർ, അല്ല സർ, ഞാനല്ല രണ്ടുപേരും കൊന്നത്. നിങ്ങൾ സുരേഷിനെ കൊന്നില്ലേ? ഇല്ല സർ, ഈ കേസിൽ ഉടനീളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ സുരേഷിനെ പറ്റിച്ചെന്നുള്ള സത്യമാണ്. പക്ഷെ ഞാൻ അയാളെ കൊന്നിട്ടില്ല. പിന്നെ പിങ്കി എന്റെ കൂട്ടുകാരിയാണ് സർ. ഞാൻ അവളെ എന്തിനു കൊല്ലണം സർ? ഞാനല്ല സർ രണ്ടുപേരെയും കൊന്നത് ഞാനല്ല. ഒരു മിനിറ്റ്. ഈ കൽക്കോറയിൽ ഒരു പഴയ വിദ്യാലയമുണ്ട്, ഉണ്ടോ? അതിന് പുറകിൽ ഒരു വലിയ മരമുണ്ട്, ഉണ്ടോ? ആ മരത്തിന് പുറകിൽ ഒരു വലിയ കല്ലുണ്ട്, ഉണ്ടോ? ആ കല്ലിന്റെ അടിയിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ എന്തോ കിടപ്പുണ്ട്. എന്താണ് കിടക്കുന്നത് ആ കുഴിയിൽ? എനിക്കെങ്ങനെ അറിയാനാണ്? എനിക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. കാരണം ഇന്നലെ രാത്രി നിങ്ങൾ ആ കുഴിയിൽ എന്തോ തിരയുന്നുണ്ടായിരുന്നു. എന്താണ് തിരഞ്ഞത്? യുറാണ്, അതാണ് എന്റെ ഈ നിറം പുരട്ടിയ കോടാലിയുടെ കഥ. അങ്ങനെ ദേവകിയും സുരേഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിടികിട്ടി. പിന്നെ ഇവരുടെ ഗർഭാവസ്ഥയെക്കുറിച്ച് പിടികിട്ടി. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇവർ പകരം വീട്ടാൻ വേണ്ടി, ആ പക തീർക്കാൻ വേണ്ടി സുരേഷിനെയും പിങ്കിയും കൊല ചെയ്തു. പക്ഷെ ഇവരെ ആയുധ സമേതം കൈയോടെ പിടികൂടാൻ ആഗ്രഹിച്ചു. അതിനാൽ ഞാൻ ഈ കോടാലി ദമയന്തിയുടെ വീടിന് വെളിയിൽ കൊണ്ടിട്ടു. അങ്ങനെ നമുക്ക് തോന്നും നമുക്ക് കുറ്റവാളിയുടെ ആയുധം കിട്ടി. അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തുവാൻ അവർ ആ സ്ഥലത്ത് ചെല്ലും. അവിടെ ഇവർ ആയുധം ഒളിപ്പിച്ചു വെച്ചെടുത്ത് അങ്ങനെ തന്നെ നടന്നു. ഇവരാണ് ഇങ്ങനൊരു കൊച്ചുകളി കളിക്കേണ്ടി വന്നു ജഡ്ജ് സർ. ഞാൻ കോടതിയോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൊലയ്ക്ക് ഉപയോഗിച്ച ശരിയായ ആയുധം ഈ കോടാലി ഇയോറാണ്. ആ പഴയ വിദ്യാലയത്തിന് പുറകിൽ, മരത്തിന് പുറകിൽ, കല്ലിനടിയിൽ ആ കുഴിയിൽ നിന്നും കണ്ടുകിട്ടി. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഫോറൻസിക് അന്വേഷണവും ഇത് തന്നെ പറയും. ഇതിൽ പറ്റിയിരിക്കുന്ന രക്തം അത് പിങ്കിയുടെയും സുരേഷിന്റെയുമാണെന്ന്. പിന്നെ ഇതിൽ ദേവികയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെന്നും. ദേവകി, എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഈ കോടാലിയുടെ ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകും ഈ കൊല നിങ്ങൾ തന്നെയാണ് ചെയ്തത്. ഒന്നുകിൽ ഞങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്താം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. വളരെ പഴയൊരു ചൊല്ലുണ്ട്, മോശമായ വാർത്ത കേൾക്കാനും പറയാനും അല്പം പോലും വൈകിക്കാൻ പാടില്ല എന്ന്. എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദേവകി? അതെ, ഞാനാ അവരെ രണ്ടുപേരും കൊന്നത്.
രണ്ടുപേരെയും കൊന്നിട്ട് കനൂറിൽ 2 പേർക്ക് പൈസ കൊടുത്ത് പാലത്തിന്റെ അടിയിൽ കുഴിച്ചിടിപ്പിച്ചു. 4 വർഷമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു സുരേഷിനെ. 4 വർഷമായിട്ട്. എന്നിട്ട് അവൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? ആ പിങ്കിയെ. അവള് കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇതറിയാതെ സുരേഷ് അവളതല്ലാന്ന്. സുരേഷ് എന്റെയാണ്. സുരേഷ് എന്റെ ആയിരുന്നു. ഇതല്ലാതെ മറ്റെന്ത് ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ടത്? കൊന്നളഞ്ഞു 2 പേരെ ഞാൻ. എന്റെ ഇത്രയും വലിയ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കാനാണ്? പക്ഷേ ചന്ദ്രപ്രകാശിന്റെ രക്തം പുരണ്ട ആ കോടാലി പോലീസ് വരുന്നതിന് മുമ്പായിട്ട് ഞാനാണ് ആ കോടാലി അമ്പലത്തിന്റെ പുറകിൽ നിന്ന് എടുത്തത്. പിന്നെ എന്റെ വളയില് സുരേഷിന്റെയും പിങ്കിയുടെയും രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. ആ രക്തം ഞാൻ ഒരുവിധം കോടാലിൽ പുരട്ടി ആ കോടാലി ചാക്കിലാക്കി നിങ്ങളുടെ വീട്ടിന് മുന്നിൽ കൊണ്ടുവച്ചു. മഹേന്ദർ സിംഗിനെ അന്ന് രാത്രി മഹേന്ദ്ര പ്രസാദ് എന്നെ പാലത്തിന്റെ താഴെ കാണാൻ വന്നിരുന്നു. ഇത് പറയാൻ അയാൾക്ക് എന്റെയും സുരേഷിന്റെയും കാര്യം എല്ലാം അറിയാമെന്ന്. അതുകൊണ്ട് കോടതി സത്യം പറയുന്നതിന് മുമ്പ് അവസരം കിട്ടിയ ഉടൻ പാലത്തിൽ നിന്ന് തള്ളിയിട്ടു. അയാളെയും കൂടി ഞാൻ കൊന്നു. സുരേഷിന് വേണ്ടി. ഇദ്ദേഹത്തിനെ പോലൊരു അച്ഛൻ മകളുടെ ദീർഘായുസിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ. അവളെ കൊല്ലാൻ കഴിയില്ല. ഇദ്ദേഹം നിരപരാധിയാണ് സർ. ദേവകി ഇങ്ങനെ പറയാറുണ്ട്, യുദ്ധത്തിലും പ്രണയത്തിലും ന്യായമല്ലാത്തതായി ഒന്നുമില്ല. പക്ഷെ കൊലപാതകമല്ല. താങ്കൾക്ക് വിധി പ്രസ്താവിക്കാം. തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ഈ കോടതി സുരേഷ് പ്രകാശ്, പിങ്കി അഥവാ പത്മിനി പ്രകാശ് കൂടാതെ മഹേന്ദ്ര സിംഗ് എന്നിവരെ കൊല ചെയ്ത കുറ്റത്തിന് ദേവകി ചന്ദ്രനെ കുറ്റക്കാരിയെന്ന് കണ്ട് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302 പ്രകാരം ജീവപര്യന്തം തടവിന് വിധിക്കുന്നു. കൂടാതെ പിങ്കിയുടെ പിതാവ് ചന്ദ്രപ്രകാശിനെ നിരപരാധി എന്ന് തെളിഞ്ഞതിനാൽ ഈ കേസിൽ നിന്നും നിരുപാധികം വിട്ടയക്കുന്നു. The case is closed. ഭരത് സർ. എടി സർ, സാധാരണ ഞാൻ കേസ് ജയിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അറേ വാ മനോഹരം അത് ഇത് എന്നൊക്കെ. പക്ഷെ ഇന്ന് സത്യം ഇങ്ങനെ ജയിക്കുന്നത് കണ്ട് പറയുകയാണ്, ശരിക്കും വളരെ 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 മനോഹരം. ഭരത്, ചിലപ്പോൾ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ ഹൃദയം പറയുന്നത് കേൾക്കുക. കാരണം ഹൃദയമുള്ളത് ലെഫ്റ്റിലാണെങ്കിൽ, പക്ഷെ ഹൃദയത്തിന്റെ വാക്കുകൾ എപ്പോഴും റൈറ്റ് ആയിരിക്കും. Am I right or am I right? റൈറ്റ്. യുവർ ഓണർ, ഫോറൻസിക് പറയുന്നത് ജബ്ബാറിന്മേൽ കത്തി പ്രയോഗിച്ചത് ഇടത് നിന്ന് വലത് 30 ഡിഗ്രി ആംഗിളിലാണെന്നാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇടത് കൈകൊണ്ട് മാത്രമാണ്, യുവർ ഓണർ.
കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണാം.